ഹലോ. ഇന്ന് ഹോസ്പിറ്റലിൽ നല്ല തിരക്കായിരുന്നു കേട്ടോ. എൻ്റെ കൈയും കാലും പുറമൊക്കെ ഭയങ്കര വേദനയാണ്. എന്നാലും ഞാൻ ഒരു മിനിറ്റ് നേരം പോലും ഇരിക്കില്ല. പെട്ടെന്ന് പണിയൊക്കെ തീർന്നിട്ട് നീണ്ടു നിവർന്ന് കിടക്കാമല്ലോ. അപ്പോൾ പിന്നെ വേറെ പണിയൊന്നും ചെയ്യണ്ടല്ലോ എന്നുള്ള ചിന്താഗതിയാണ് എനിക്ക്. ഞാൻ നേരെ കുളിച്ചൊക്കെ ഇറങ്ങിയിട്ട് വിളക്ക് വയ്ക്കാൻ പോവുകയാണ്. വിളക്ക് ഞാൻ ഇന്നും തേച്ച് കഴുകും. തേച്ച് കഴുകിയിട്ടാണ് ഇവിടെ വിളക്ക് കത്തിക്കാറ്. പിന്നെ ഇത് 5 തിരിയിട്ടാണ് ഇവിടെ വിളക്ക് കത്തിക്കുന്നത്. എൻ്റെ കൂടെ സഹായത്തിനായിട്ട് ശിവയുണ്ട്. ശിവയ്ക്കും ഭയങ്കര ഇഷ്ടം ഇങ്ങനെ വിളക്ക് കത്തിക്കും നാമം ജപിക്കണമൊക്കെ. കുറച്ച് നാമജപങ്ങളൊക്കെ ഞാൻ അവനെ പഠിപ്പിച്ചിട്ടുണ്ട്. പക്ഷേ പകുതിയൊക്കെ എത്തുമ്പോൾ അവൻ മറന്നു പോയിട്ട് അമ്മ ഞാൻ കുറച്ച് നേരമായിട്ടോ പ്രാർത്ഥിക്കണുള്ളൂ, ബാക്കി അമ്മ പ്രാർത്ഥിച്ചു, എനിക്ക് പകുതി പാട്ടൊന്നും അറിയില്ല അമ്മയെന്ന് പറഞ്ഞു. പിന്നെ ഞങ്ങൾ രണ്ടുപേരും കൂടി നിലത്തിരുന്ന് നാമജപമൊക്കെ ചൊല്ലി. കഴിഞ്ഞ ദിവസം അമ്പലത്തിൽ പോയിട്ടുള്ള പ്രസാദം ഇരിക്കുന്നുണ്ടായിരുന്നു. അത് വെള്ളം ചേർത്ത് മിക്സ് ചെയ്തിട്ട് ഞാൻ ശിവയ്ക്ക് തൊട്ട് കൊടുത്തു. പിന്നെ ഞാനും തൊട്ടു. പിന്നെ ചേട്ടായി പറഞ്ഞു ചായ തിളപ്പിച്ച് വെച്ചിട്ടുണ്ട്, സ്പെഷ്യൽ ചായയാണ്, നീ കുടിച്ചു നോക്കിയിട്ട് അഭിപ്രായം പറയാൻ പറഞ്ഞു. ഞാൻ കുടിച്ചു നോക്കിയിട്ട് നല്ല അടിപൊളി ചായ ആയിരുന്നു. ഞാൻ ചേട്ടായിട്ട് പറഞ്ഞു ചേട്ടായി അടിപൊളി ചായ ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞു. ചേട്ടായിക്ക് അങ്ങനെയൊക്കെ പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ചേട്ടായി ബജ്ജി മേടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. ഞാനത് കഴിച്ചു. പക്ഷേ എനിക്ക് മൊത്തം കഴിക്കാൻ പറ്റില്ല. എൻ്റെ ഒരു കുട്ടി എൻ്റെ പങ്ക് പറ്റാനായിട്ട് അവിടെ ഇരിക്കുന്നുണ്ട്. അവൻ ഓൾറെഡി കഴിച്ചതാണ്. എന്നാലും ഞാൻ വരുമ്പോൾ കഴിക്കുമ്പോൾ അവൻ പിന്നെയും ചോദിക്കും അമ്മയെ തരാമെന്ന്. പിന്നെ നമ്മൾ മക്കൾക്കാണല്ലോ കൊടുക്കും. പിന്നെ ഞാൻ നേരെ അടുക്കളയിലേക്ക് മോരുകറിയും ചിക്കൻ വറുത്തതും ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. പക്ഷെ മോരുകറി ഉണ്ടാക്കാൻ എനിക്കൊരു മൂടുണ്ടായില്ല. തേങ്ങ അരച്ചിക്കാൻ ഭയങ്കര മടിയായിരുന്നു. അതുകൊണ്ട് ഞാൻ ചുമ്മാ താളിപ്പ് പോലെയാണ് ഉണ്ടാക്കിയത്. പിന്നെ കുറച്ച് സമയം ശിവയുടെ കൂടെ സ്പെൻഡ് ചെയ്യണം. നമുക്ക് എത്ര വലിയ തിരക്കാണെങ്കിലും മക്കൾക്കൂടെ ഇരിക്കുക എന്ന് പറയുന്നത് അവർക്കൊരു ഭയങ്കര സന്തോഷമാണല്ലോ. എനിക്കും ഇഷ്ടം അത്.